Welcome to a video tutorial on the story Rosa Parks Sat Still. About the author, Rosa Parks was an African-American civil rights activist whom the United States Congress called the First Lady of Civil Rights and the Mother of the Freedom Movement. United States Congress പൗരാവകാശത്തിന്റെ ഫസ്റ്റ് ലേഡി എന്നും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ അമ്മ എന്നും വിളിച്ച ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പൗരാവകാശ പ്രവർത്തകയാണ് റോസ പാർക്സ്. Her birthday, February 4, and the day she was arrested, December 1, have both become Rosa Parks Day. അവരുടെ ബർത്ത്ഡേ ആയിട്ടുള്ള ഫെബ്രുവരി 4ഉം ആൻഡ് ദ ഡേ ഷി വാസ് അറസ്റ്റഡ് ഡിസംബർ 1, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡിസംബർ 1-ാം തീയതിയും have both become Rosa Parks Day. ഇവ രണ്ടും റോസ പാർക്സ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. കോമമറേറ്റഡ് ഇൻ ബോത്ത് കാലിഫോർണിയ ആൻഡ് ഓഹിയോ. അമേരിക്കൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഓഹിയോ, കാലിഫോർണിയ തുടങ്ങിയ സ്റ്റേറ്റുകൾ റോസ പാർക്കിനെ അറസ്റ്റ് ചെയ്ത ഡിസംബർ 1ഉം റോസ പാർക്കിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ഫെബ്രുവരി 4ഉം റോസ പാർക്സ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അബൌട്ട് ദ സ്റ്റോറി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ ഇസ് എ റിയൽ ഇൻസിഡന്റ്. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന ഈ കഥ ഒരു യഥാർത്ഥ സംഭവമാണ്. വിച്ച് ടെൽസ് ഹൗ റോസ പാർക്സ് സ്റ്റാർട്ടഡ് എ മൂവ്മെന്റ്. ഈ കഥ നമ്മളോട് പറഞ്ഞു തരുന്നു എങ്ങനെയാണ് റോസ പാർക്സ് ഒരു പ്രസ്ഥാനം തുടങ്ങുകയും and brought a change in the lives of millions of African Americans. ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്നുമാണ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന ഈ കഥയിലൂടെ പറയുന്നത്. കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിവേചനം നിലനിന്നിരുന്ന കാലത്ത് റോസ പാർക്സ് കറുത്തവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയും അവ നേടിയെടുക്കുകയും ചെയ്യാൻ കാരണമായ ഒരു സ്റ്റോറിയാണ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ. റോസ പാർക്ക് അനങ്ങാതെയിരുന്നു. ഓൺ ഡിസംബർ 1, 1955, റോസ പാർക്സ് റിഫ്യൂസ്ഡ് ടു മൂവ്. 1955 ഡിസംബർ 1-ാം തീയതി റോസ പാർക്ക് അനങ്ങാൻ കൂട്ടാക്കിയില്ല. താൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും ചലിക്കാൻ കൂട്ടാക്കിയില്ല. ആൻഡ് ദിസ് ട്രാൻസ്ഫോംഡ് എ മില്യൺ ലിവ്സ്. ഈ ഒരു തീരുമാനം, താൻ അനങ്ങാൻ കൂട്ടാക്കാത്ത തീരുമാനം ട്രാൻസ്ഫോംഡ് എ മില്യൺ ലിവ്സ്, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. റോസ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. റോസ പാർക്ക് ആ ദിവസം മുഴുവനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. സാധാരണത്തെക്കാട്ടിലും കുറച്ചുകൂടിയും കട്ടിയുള്ള, കുറച്ചുകൂടിയും വലിയ ജോലിയായിരുന്നു ആ ദിവസം ഉണ്ടായിരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിന്റെ അവസാനം, അന്ന് വൈകുന്നേരം, there was only one thought in her mind. അവളുടെ മനസ്സിൽ, റോസ പാർക്കിന്റെ മനസ്സിൽ ആകെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. she wanted to sit down. ആ ചിന്ത എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുള്ളതായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. പക്ഷെ ഇത് വളരെയധികം വൈകിയിട്ടുണ്ട്. ആൻഡ് എവ്രിബഡി വാസ് ഗോയിങ് ഹോം. എല്ലാവരും വീട്ടിലേക്ക്, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോസവും എന്ത് ചെയ്തു, അവിടെ നിൽക്കാതെ ബസ്സിലേക്ക് നേരെ നടന്നു. റോസ വാക്ക്ഡ്, നടന്നു ടു ദ ബസ് സ്റ്റോപ്പ് ആൻഡ് ഗോട്ട് ഓൺ എ ബസ്. എന്നിട്ടൊരു ബസ്സിൽ കയറി. there were many vacant seats. അവിടെ കുറെ അധികം ശൂന്യമായിട്ടുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നു. vacant means empty. she paid her fare and sat down in the nearest seat. അങ്ങനെ she paid her fare, അവരുടെ യാത്രാക്കൂലി നൽകി. and sat down in the nearest seat. എന്നിട്ട് അവരുടെ ഏറ്റവും അടുത്ത സീറ്റിൽ പോയിട്ട് അവർ ഇരുന്നു. വളരെ ക്ഷീണിച്ച് തന്റെ ജോലി സ്ഥലത്തു നിന്നും ബസ് സ്റ്റേഷനിലേക്ക് നടക്കുകയും അവിടെ ബസ്സിൽ കയറി ഇരിക്കുകയും ചെയ്തു. the bus was nearly empty. ബസ് ഏകദേശം ശൂന്യമായിരുന്നു. റോസ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ. റോസക്ക് വളരെയധികം ആശ്വാസമായി. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ആശ്വാസമായി. her feet were very tired. അവരുടെ കാൽപാദങ്ങൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. they really needed a rest. അവർക്ക് തീർച്ചയായിട്ടും വിശ്രമിക്കേണ്ടിയിരുന്നു, വിശ്രമത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. that was however something only Rosa knew. തനിക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ളത്, തന്റെ കാലൊക്കെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നുള്ളത് റോസക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. The driver of the bus knew nothing about her feet.
ആ ബസിന്റെ ഡ്രൈവർക്ക് അവരുടെ കാലിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. അതായത് അവരുടെ കാലാകെ ടയേർഡ് ആണെന്നുള്ള കാര്യമൊന്നും ബസ് ഡ്രൈവർക്ക് അറിഞ്ഞിരുന്നില്ല. ഹി ഡിഡ് നോട്ട് ഈവൻ നോ ഹർ നെയിം. മാത്രവുമല്ല ബസിന്റെ ഡ്രൈവർക്ക് അവളുടെ പേര് പോലും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഹി സോ ദാറ്റ് ഷി വാസ് നോട്ട് വൈറ്റ്. പക്ഷേ ആ ബസ് ഡ്രൈവർ ഇവരിൽ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് ഷി വാസ് നോട്ട് വൈറ്റ്. അവൾ ഒരു വെളുത്ത വർഗക്കാരിയ അല്ല എന്നുള്ള കാര്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ വർണ്ണവിവേചനം നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ റൊസയിൽ കണ്ടതെന്ന് പറയുന്നത് അവരുടെ പേരോ അവര് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ അവർ വൈറ്റ് അല്ല, ബ്ലാക്ക് പാസഞ്ചർ ആണെന്ന് മാത്രമാണ് ആ ഡ്രൈവർ ശ്രദ്ധിച്ചത്. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. അവരൊരു കറുത്ത വർഗക്കാരിയായിട്ടുള്ള യാത്രികയായിരുന്നു. ആൻഡ് ദാറ്റ് ഹി തോട്ട് വാസ് ഓൾ ഹി നീഡഡ് ടു നോ അബൌട്ട് ഹർ. അതുമാത്രമായിരുന്നു അവളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ബട്ട് ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്. പക്ഷെ അന്ന് ആ ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് ചെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് കോസ്റ്റ് ഹിസ് കമ്പനി എ ലോട്ട് ഓഫ് മണി. ഈ ഒരു തെറ്റ് കാരണം അദ്ദേഹത്തിന്റെ ആ ഡ്രൈവറുടെ ബസ് കമ്പനിക്ക് കുറെ അധികം കാശ് നഷ്ടപ്പെട്ടു. അതായത് അന്നേ ദിവസം ആ ബസ് ഡ്രൈവർ റൊസാപ്പാക്ക് കറുത്ത വർഗക്കാരിയാണെന്ന് കണ്ടുപിടിക്കുകയും അതുവഴി ആ ബസ് ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് ചെയ്യുകയായിരുന്നു, ഒരു തെറ്റ് ചെയ്യുകയായിരുന്നു. ആ തെറ്റിന്റെ കാരണത്താൽ ആ ബസ് കമ്പനിക്ക് വളരെയധികം കാശുകൾ നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെയാണ് അവർക്ക് കാശ് നഷ്ടപ്പെട്ടത്, എന്താണ് ആ ബസ്സിൽ സംഭവിച്ചത് എന്നുള്ളത് വിവരിക്കുകയാണ്. അവർ സ്റ്റോറി ബിഗിൻസ് ഇൻ അമേരിക്ക. ഞങ്ങളുടെ കഥ തുടങ്ങുന്നത് അമേരിക്കയിലാണ്. ഇൻ എ ടൗൺ കോൾഡ് മോണ്ട്ഗോമറി. അമേരിക്കയിലെ മോണ്ട്ഗോമറി എന്നറിയപ്പെടുന്ന ഒരു ടൗണിലാണ് ഈ കഥ നടക്കുന്നത്. റോസ വാസ് ആൻ ഓർഡിനറി വുമൺ വിത്ത് എ ജോബ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. റോസ ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. അവർക്ക് ഡ്രസ് മേക്കേഴ്സ് ഷോപ്പിൽ ജോലിയായിരുന്നു. വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഷോപ്പിലായിരുന്നു അവർക്ക് ജോലി. ദ ഡേ വാസ് ആൻ ഓർഡിനറി വർക്കിംഗ് ഡേ. അന്നത്തെ ദിവസം, അതായത് ഡിസംബർ 1 ആ ദിവസം തികച്ചും സാധാരണമായിട്ടുള്ള ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ഇൻ ദ ഇയർ 1955. 1955 ഡിസംബർ മാസത്തിലെ 1ാമത്തെ ദിവസമായിരുന്നു ഈ സംഭവം നടന്ന ദിവസം. റോസ ഹാഡ് എ ലവിംഗ് ഫാമിലി. റോസക്ക് വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഷീ എൻവിഡ് നോബഡി. അവർക്ക് ആരോടും തന്നെ അസൂയ ഉണ്ടായിരുന്നില്ല. എൻവി മീൻസ് അസൂയ. അവർ ആരോടും തന്നെ അസൂയപ്പെട്ടിരുന്നില്ല. ഹർ മാനേഴ്സ് വർ മൈൽഡ്. അവരുടെ പെരുമാറ്റ രീതി എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള പെരുമാറ്റ രീതിയായിരുന്നു. ഷീ സ്പോക്ക് ഇൻ എ ക്വയറ്റ് ആൻഡ് സോഫ്റ്റ് വോയിസ്. അവർ സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ടും വളരെ നേർത്ത ശബ്ദത്തിലുമായിരുന്നു സംസാരിച്ചിരുന്നത്. ഷീ ഓൾവേസ് ഒബെയ്ഡ് ദ ലോ ഓഫ് ദ കൺട്രി. അവർ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എല്ലായ്പ്പോഴും ഒബേ ചെയ്തു, അംഗീകരിച്ചിരുന്നു. ആൻഡ് ബ്രോക്ക് നോ റൂൾസ്. ഒരു നിയമം പോലും ഇതുവരേക്കും ആ ദിവസം വരേക്കും അവർ തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഒരു നിയമം പോലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നുവരേക്കും. വളരെ സ്നേഹം നിറഞ്ഞ ശാന്തമായിട്ടുള്ള പെരുമാറ്റ രീതിയുള്ള വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു റോസ പാർക്സ്. അവർ ആ രാജ്യത്തിന്റെ നിയമം എപ്പോഴും പാലിച്ചിരുന്നു. മാത്രവുമല്ല ഒരിക്കൽ പോലും അവിടുത്തെ നിയമം അവർ തെറ്റിച്ചിരുന്നില്ല. ബട്ട് ഇൻ ദോസ് ഡേയ്സ്, പക്ഷേ ആ ദിവസങ്ങളിൽ നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വർ ഫെയർ. എല്ലാ നിയമങ്ങളും അവിടെ നല്ലതായിരുന്നില്ല, ഫെയർ ആയിരുന്നില്ല. That day when Rosa sat in that seat on that bus, she had not thought of breaking any rule. That day, അതായത് ഇവർ ആ ബസ്സിൽ കയറിയ ഡിസംബർ 1-ാം തീയതി, when Rosa sat in that seat, ആ സീറ്റിൽ ഇരുന്നപ്പോൾ, on that bus, ആ ബസ്സിൽ സീറ്റിൽ ഇരുന്നപ്പോൾ, she had not thought of breaking any rule. അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും നിയമങ്ങൾ തെറ്റിക്കണം എന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. It happened before the bus started. പക്ഷേ ഈ സംഭവം സംഭവിച്ചത് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിരുന്നു. വെൻ ദ വാർണിംഗ് ബെൽ റാങ്. ആ ബസ്സിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ബസ് പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പേയുള്ള വാർണിംഗ് ബെല്ല് അടിച്ചപ്പോൾ പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. യാത്രികരൊക്കെ ഇരച്ചു കയറി. റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ കയറുക, ഇരച്ചു കയറുക. യാത്രികരൊക്കെ ബസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടി തുടങ്ങി. മെനി ഓഫ് ദം വർ വൈറ്റ് അമേരിക്കൻസ്. ആ സമയത്ത് ആ ബസ്സിലേക്ക് കയറിയിരുന്ന, വാർണിംഗ് ബെൽ അടിച്ചപ്പോൾ ബസ്സിലേക്ക് കയറിയിരുന്നവരിൽ മിക്കവരും വൈറ്റ് അമേരിക്കൻസ് ആയിരുന്നു, വെളുത്ത വർഗക്കാരായിട്ടുള്ള അമേരിക്കൻസ് ആയിരുന്നു. ഈച്ച് ടൈം എ വൈറ്റ് പാസഞ്ചർ ക്ലൈംബഡ് ഇൻ ടു ദ ബസ്. ഓരോ സമയവും ബസ്സിലേക്ക് ഒരു വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ കയറുമ്പോൾ എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ്
ഫ്രം എ സീറ്റ് ആൻഡ് മൂവ്ഡ് അവേ. ഒരു കറുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും ആൻഡ് മൂവ്ഡ് അവേ, അവിടെ നിന്ന് മാറിക്കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. അതായത് അവിടെ ബസ് പോവേണ്ട സമയം ആയപ്പോഴേക്കും അവിടെ ബസിന്റെ വാർണിംഗ് ബെൽ അടിച്ചപ്പോൾ ആ യാത്രികരൊക്കെ ബസ്സിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടി തുടങ്ങി. ഓരോ സമയവും വെളുത്ത വർഗക്കാരായിട്ടുള്ള ഒരു യാത്രികർ ബസ്സിലേക്ക് കയറുമ്പോൾ കറുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികർ തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് മാറിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ദ റൂൾ വാസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. അവിടുത്തെ നിയമം വളരെ വ്യക്തവും വളരെ ലളിതവുമായിരുന്നു. ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. ഇതായിരുന്നു അവിടുത്തെ നിയമം. കറുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികർ അവരുടെ സീറ്റ് മാറിക്കൊടുക്കണം വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. അവിടേക്ക് വെളുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികർ വരുമ്പോൾ. ദേ ഹാഡ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. അവർ ബസ്സിൽ നിന്നും മാറിക്കൊടുക്കണം ആൻഡ് ഗോ റൗണ്ട് ടു ദ ബാക്ക് ഡോർ. എന്നിട്ട് ബസിന്റെ പുറകുവശത്തെ ഡോറിന്റെ അവിടേക്ക് എന്ത് ചെയ്യണം, പോവണം. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ സീറ്റിൽ നിന്നും മാറിക്കൊടുക്കണം, എന്നിട്ട് ആ ബസിന്റെ പുറകിൽ വശത്തുള്ള ഡോറിന്റെ അവിടേക്ക് മാറി നിൽക്കണം. ദേ കുഡ് ദെൻ ഗെറ്റ് ഓൺ ദ ബസ് അഗെയിൻ ആസ് സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സ്. പിന്നീട് നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോ വെളുത്ത വർഗക്കാർ ബസ്സിലേക്ക് കയറി വരുമ്പോൾ കറുത്ത വർഗക്കാർ അവരുടെ സീറ്റ് മാറിക്കൊടുക്കുകയും മാത്രവുമല്ല പുറകിലെ ഡോറിന്റെ അവിടേക്ക് മാറിക്കൊടുക്കുകയും പിന്നീട് അവരുടെ യാത്ര തുടരുന്നത് നിന്നുകൊണ്ടായിരിക്കും. ദാറ്റ് ഡേ, ആ ദിവസം, ഓൾ ദ സിറ്റിംഗ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഗേവ് അപ്പ് ദെയർ സീറ്റ്സ് എക്സെപ്റ്റ് റോസ. ആ ഡിസംബർ 1-ാം തീയതി ആ പെർട്ടിക്കുലർ ദിവസത്തിൽ എല്ലാ കറുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികരും അവരുടെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. എക്സെപ്റ്റ് റോസ, റോസ പാർക്ക് ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. അവർ കണ്ട ഭാവം നടിച്ചില്ല, അവർ ശ്രദ്ധിച്ചതായി നടിച്ചില്ല. വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചതായി അവർ നടിച്ചില്ല. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ. ഒരു വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ ഡോറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ, എന്നിട്ട് അവരിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതായത് ബാക്കിയുള്ള എല്ലാ കറുത്ത വർഗക്കാരും അവരുടെ സീറ്റുകൾ ഒഴിഞ്ഞു കൊടുക്കുകയും ഇപ്പോ ഡോറിന്റെ അവിടെ ഒരു വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ നിൽക്കുകയും എന്നിട്ട് റോസാപ്പാക്കിനെ നോക്കുന്നുണ്ട്. സ്റ്റിൽ ഷി ഡിഡ് നോട്ട് മൂവ്. ഇപ്പോഴും അവരെന്ത് ചെയ്തില്ല, താൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും മാറിയില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അവർ അവിടെ അനങ്ങാതെ ഇരുന്നു. അപ്പൊ ആ വെളുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികൻ ഇവരെ നോക്കുന്നത് അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ റോസാപ്പാക്ക് അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ അനങ്ങാതെ ഇരുന്നു. ഇറ്റ് വാസ് ടൈം ഫോർ ദ ബസ് ടു ലീവ്. ഇപ്പോ വാർണിംഗ് ബെല്ല് കഴിഞ്ഞ് ബസ്സിന് പോവാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ബട്ട് ഹൗ കുഡ് ദ ഡ്രൈവർ സ്റ്റാർട്ട്? പക്ഷെ എങ്ങനെയാണ് ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്യുക? എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. ഒരു വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ ആ ഡോറിൽ നിൽക്കുകയും ആൻഡ് എ ബ്ലാക്ക് പാസഞ്ചർ വാസ് നോട്ട് ഗെറ്റിംഗ് അപ്പ്. ഒരു കറുത്ത വർഗക്കാരിയായിട്ടുള്ള യാത്രികൻ അവിടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുക? അവിടെ ഉണ്ടായിരുന്ന നിയമമായിരുന്നു വെളുത്ത വർഗക്കാർ വന്നു കഴിഞ്ഞാൽ കറുത്ത വർഗക്കാർക്ക് സീറ്റ് മാറിക്കൊടുക്കണമെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബസ് പോകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ബസ് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യും? അതർ പാസഞ്ചേഴ്സ് ഗ്രൂ ഇംപാഷ്യന്റ്. ഇത് കണ്ടപ്പോ മറ്റു യാത്രികർ ഗ്രൂ ഇംപാഷ്യന്റ്. അവർ അക്ഷമരായി. ദേ ഗേവ് ഹർ ആംഗ്രി ലുക്സ്. അവരെ റോസാപ്പാക്കിനെ വളരെ ദേഷ്യത്തോടെ നോക്കാൻ വേണ്ടി തുടങ്ങി. ദേ മട്ടേർഡ് കേഴ്സ് അറ്റ് ഹർ. അവർ പിറുപിറുത്തു. കേഴ്സ് അറ്റ് ഹർ, ശാപവാക്കുകൾ. അറ്റ് ഹർ, അവരേക്ക്, അതായത് അവരുടെ മോശം വാക്കുകൾ പറയാൻ വേണ്ടി തുടങ്ങി. റോസ നീദർ സ്പോക്ക് നോർ സ്റ്റിർഡ്. റോസ ഒന്നും തന്നെ സംസാരിക്കുകയും ചെയ്തില്ല. നോർ സ്റ്റിർഡ്, അവിടെ നിന്ന് അനങ്ങുകയും ചെയ്തില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അവരവിടെ അനങ്ങാതെ ഇരുന്നു. ബാക്കിയുള്ളവരൊക്കെ അക്ഷമരായിട്ട് റോസേനെ നോക്കുന്നുണ്ട്. അവർ ശാപവാക്കുകൾ പറയുന്നുമുണ്ട്. പക്ഷെ റോസ അനങ്ങാതെ തന്റെ സ്ഥലത്ത് തന്നെ ഇരുന്നു. ഷി വാസ് തിങ്കിങ്. റോസ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു. വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്? എന്തിനാ ഞാൻ എഴുന്നേൽക്കേണ്ട ആവശ്യം? ഐ ഹാവ് പെയ്ഡ് സെയിം ആസ് ദ വൈറ്റ് പാസഞ്ചർ ഹാസ് പെയ്ഡ്. ഞാൻ വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ അടച്ച അതേ ഫെയർ തന്നെയാണ് ഞാനും നൽകിയിട്ടുള്ളത്. വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ അടച്ചിട്ടുള്ള അതേ ഫെയർ തന്നെയാണ് ഞാനും നൽകിയിട്ടുള്ളത്. മൈ ടിക്കറ്റ് ഈസ് നോട്ട് എ സെന്റ് ചീപ്പർ ദാൻ ഹിസ്. അദ്ദേഹത്തെക്കാട്ടിലും ഒരു ചില്ലി കാശ് പോലും കുറവല്ല എന്റെ ടിക്കറ്റിന്റെ കാശ്. ആൻഡ് ഐ ആം മോർ ടയർഡ് ദാൻ ഹി ഈസ്. അദ്ദേഹത്തെക്കാട്ടിലും കൂടുതൽ ക്ഷീണിച്ചിരിക്കുന്നത് ഞാനാണ്. ആൻഡ് ഹി ഈസ് നീദർ ഓൾഡ് നോർ ഡിസേബിൾഡ്. മാത്രവുമല്ല ആ യാത്രികൻ, ആ വെറുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികൻ വയസ്സായിട്ടുള്ള ആളോ അല്ലെങ്കിൽ അംഗപരിമിതികൾ ഉള്ള ആളോ അല്ല. അപ്പോൾ
സീനിയർ സിറ്റിസൺസ് കണ്ടു കഴിഞ്ഞാൽ സീറ്റ് മാറിക്കൊടുക്കാം, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകൾക്ക് സീറ്റ് മാറിക്കൊടുക്കാം. പക്ഷെ അദ്ദേഹത്തിന് അംഗവൈകല്യമോ അദ്ദേഹം വയസ്സായിട്ടുള്ള ആളോ അല്ല. പിന്നെ എന്തിന് ഞാൻ എഴുന്നേൽക്കണം? ഞാൻ അദ്ദേഹം അടച്ച അതേ amount ഫെയർ അടച്ചിട്ടുണ്ട്, അദ്ദേഹത്തെക്കാളും കുറച്ചല്ല ഞാൻ പേ ചെയ്തിട്ടുള്ളത്. സോ വൈ ഷുഡ് ഐ ഗിവ് അപ്പ് മൈ സീറ്റ്? അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം? ഹീസ് ആസ്കിംഗ് ഫോർ ദിസ് സീറ്റ് ബിക്കോസ് ഹീസ് എ വൈറ്റ്. അദ്ദേഹം ഈ സീറ്റ് ചോദിക്കുന്നതിന്റെ ആകെയുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഹീസ് എ വൈറ്റ്, അദ്ദേഹം ഒരു വെളുത്ത വർഗക്കാരൻ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ സീറ്റ് ചോദിക്കുന്നത്. ദാറ്റ് കാൺ ബി റൈറ്റ്. അതൊരിക്കലും ശരിയാവാൻ പറ്റില്ല. ഒരു വെളുത്ത വർഗക്കാരനായി എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവന് സീറ്റ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നവര് ചിന്തിച്ചു. ദാറ്റ് മൊമെന്റ്, ആ നിമിഷം റോസ മെയ്ഡ് എ ഡിസിഷൻ. റോസ ഒരു തീരുമാനമെടുത്തു. ദിസ് റൂൾ ഈസ് അൺഫെയർ. ഈ നിയമം എന്ന് പറയുന്നത് അൺഫെയർ ആണ്. അൺഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതിയാണ്. ഈ നിയമം തികച്ചും അനീതിയാണ്, നീതിയുക്തമല്ലാത്തതാണെന്നാണ് അർത്ഥം. ആൻഡ് റൂൾസ് ഓട്ട് ടു ബി ഫെയർ. നിയമങ്ങൾ എപ്പോഴും നീതിക്ക് നിരക്കുന്നതായിരിക്കണം. ഇഫ് എ റൂൾ ഈസ് അൺഫെയർ, ഒരു നിയമം നീതിയുക്തമല്ലാതാവുകയും ഇറ്റ് ഓട്ട് ടു ഗോ, അത് നടപ്പിലാവുകയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഓട്ട് നോട്ട് ബി ഇൻ ദ റൂൾ ബുക്ക്. അങ്ങനെയുള്ള ഒരു നിയമം ഒരിക്കലും നിയമപുസ്തകത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു അൺഫെയർ ആയിട്ടുള്ള നിയമം ഒരിക്കലും നിയമപുസ്തകത്തിൽ ഉണ്ടാവാൻ പാടില്ല. Therefore, ആയതുകൊണ്ട് ഇറ്റ് ഓട്ട് നോട്ട് ടു ബി ഒബെയ്ഡ്. ഈ നിയമം ഒരിക്കലും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇഫ് പീപ്പിൾ ഗോ ഓൺ ഒബേയിങ് സച്ച് എ ബാഡ് റൂൾ, ഇങ്ങനെ തീർത്തും മോശമായിട്ടുള്ള ഒരു നിയമം ആളുകൾ അംഗീകരിക്കുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ, ഒബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റേ ഇൻ ദ ബുക്ക് ഫോർ എവർ. ആ നിയമം നിയമപുസ്തകത്തിൽ എന്നെന്നും നിലനിൽക്കും. ഇപ്പോ ഒരു മോശം നിയമം ആളുകൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ അത് ആ നിയമപുസ്തകത്തിൽ എപ്പോഴും എന്ത് ചെയ്യും? നിലനിൽക്കും. സോ someone should do something about it someday. ആരെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഡേ ഹാസ് അറൈവ്ഡ്. ഞാൻ ചിന്തിക്കുന്നു ആ ഒരു ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഒരു അനീതി നടക്കുകയാണ്. ലോകത്ത് പല വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു, അംഗീകരിക്കാൻ പറ്റാത്ത നിയമങ്ങൾ. അതിനെതിരെ സമരങ്ങൾ ചെയ്തിട്ടാണ് അത് നിയമപുസ്തകത്തിൽ നിന്ന് അതിനെതിരെ ആരെങ്കിലും ഒരാൾ ശബ്ദിക്കണം. ഐ തിങ്ക് ദാറ്റ് ഡേ ഹാസ് അറൈവ്ഡ്. ഇവിടെ ഈ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കേണ്ട ദിവസം എത്തിച്ചേർന്നു എന്ന് റോസാപ്പാക്ക് പറയാണ്. നൗ വെൻ റോസ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ്, റോസ എഴുന്നേൽക്കാതിരുന്നപ്പോ ദ ഡ്രൈവർ ഗോട്ട് ആംഗ്രി. ഡ്രൈവർക്ക് വളരെയധികം ദേഷ്യം വന്നു. ഇഫ് ഹി ലെറ്റ് ഹർ സിറ്റ് ആൻഡ് ലെഫ്റ്റ് എ വൈറ്റ് പാസഞ്ചർ സ്റ്റാൻഡിങ്, ഇനി അദ്ദേഹം റോസയെ ഇരിക്കാൻ അനുവദിക്കുകയും വെളുത്ത വർഗക്കാരനായിട്ടുള്ള ഒരു യാത്രികൻ നിന്നുകൊണ്ട് റോസാപ്പാക്കിനെ ഇരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഹി വാസ് ബ്രേക്കിംഗ് ദ ലോ. ആ ഡ്രൈവർ അവിടുത്തെ നിയമം തെറ്റിക്കുകയാണ്. ഹി ആൻഡ് ഹിസ് കമ്പനി കുഡ് ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. അങ്ങനെ റോസേനെ ഇരിക്കാൻ അനുവദിച്ച് ആ വെളുത്ത വർഗക്കാരനെ നിർത്തിക്കൊണ്ട് യാത്ര തുടരുകയാണെങ്കിൽ ഹി ആൻഡ് ഹിസ് കമ്പനി കുഡ് ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. ഈ ഡ്രൈവറും അദ്ദേഹത്തിന്റെ ബസ് കമ്പനിക്കും ഇതിന് പണിഷ്മെന്റ് കിട്ടും. അപ്പൊ അവിടുത്തെ നിയമമാണിത്. അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ ഡ്രൈവർക്കും ബസ് കമ്പനിക്കും അതിനുള്ള പണിഷ്മെന്റ്, അതിനുള്ള ശിക്ഷ കിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹി ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സീറ്റ്. അങ്ങനെ ഡ്രൈവർ തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ ബാക്ക്, ഹി ഓർഡേർഡ്. ഡ്രൈവർ റോസാപ്പാക്കിനോട് കൽപ്പിച്ചു, എഴുന്നേൽക്കൂ, എന്നിട്ട് പുറകിൽ പോയിരിക്കാൻ വേണ്ടി പറഞ്ഞു. ബട്ട് റോസ സാറ്റ് സ്റ്റിൽ. റോസ ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നു. ഐ ടോൾഡ് യു ടു ഗെറ്റ് അപ്പ്. വീണ്ടും ഡ്രൈവർ ആവർത്തിക്കുകയാണ്, ഞാൻ നിന്നോടാണ് പറഞ്ഞത് എഴുന്നേൽക്കാൻ. ഹി സെറ്റ്. ബട്ട് റോസ ഡിഡ് നോട്ട് മൂവ്. റോസ ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് എന്ത് ചെയ്തില്ല, അനങ്ങിയില്ല. റോസ ഡിഡ് നോട്ട് മൂവ്. റോസ താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും അനങ്ങിയില്ല. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ്. അവർ എഴുന്നേറ്റില്ല. ദ ഡ്രൈവർ ഗോട്ട് ഓഫ് ദ ബസ്. ഡ്രൈവർ ബസ്സിൽ നിന്നും ഇറങ്ങി. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. ബസ്സിൽ നിന്നും ഇറങ്ങി. ബ്രോട്ട് ദ പോലീസ് ഇൻ. എന്നിട്ട് പോലീസ് ഓഫീസറെ ബസ്സിനകത്തേട്ട് കൊണ്ടുവന്നു. ദേ അറസ്റ്റഡ് റോസ. ആ ബസ്സിൽ നിന്നും വെളുത്ത വർഗക്കാരനായിട്ടുള്ള യാത്രികന് എഴുന്നേറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ദേ അറസ്റ്റഡ് റോസ. അവർ റോസാപ്പാക്കിനെ അറസ്റ്റ് ചെയ്തു. സെഡ് ഷി ഹാഡ് ബ്രോക്കൺ ദ ലോ. റോസാപ്പാക്ക് നിയമം തെറ്റിച്ചതിന്റെ പേരിൽ റോസാപ്പാക്കിനെ അറസ്റ്റ് ചെയ്തു. ആൻഡ് സെൻഡ് ഹർ ടു ജയിൽ. എന്നിട്ട് റോസാപ്പാക്കിനെ
ജയിലിലേക്ക് കൊണ്ടുപോയി. സോ ബസ് ഡ്രൈവർ പറഞ്ഞത് കൂട്ടാക്കാതിരുന്ന റൊസനെ പോലീസ് ഓഫീസറെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം റോസാപാക്കിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം റോസാപാക്കിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. The news of Rosa's arrest soon spread all over the town. റോസാപാക്കിനെ അറസ്റ്റ് ചെയ്ത വാർത്ത ആ ടൗണിലുടനീളം ആകെ സ്പ്രെഡായി, ആകെ പരന്നു. The black people of Montgomery decided to fight for her to come out of jail. മോൺട്ഗോമറിയിലെ കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജയിൽ മോചനത്തിന് വേണ്ടി സമരം ചെയ്യാൻ തീരുമാനിച്ചു. ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ പൊരുതാൻ വേണ്ടി, സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. They knew they could not fight with the police. അവർക്കറിയാമായിരുന്നു അവർക്കൊരിക്കലും പോലീസിനോട് ഫൈറ്റ് ചെയ്ത് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതായത് പോലീസ് അവരെ അടിച്ചമർത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ they decided to fight with the bus company instead. അതിന് പകരമായിട്ട്, പോലീസിനോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ ബസ് കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, പൊരുതാൻ വേണ്ടി, സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. They boycotted the buses. അങ്ങനെ കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഈ ബസ്സിനെ കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി, ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ദിസ് മീൻസ് ദേ സ്റ്റോപ്ഡ് യൂസിങ് ദം. അത് അർത്ഥമാക്കുന്നത് അവർ ബസ് യൂസ് ചെയ്യുന്നത്, കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകൾ ബസ് ഉപയോഗിക്കുന്നത് നിർത്തി. നോ ബ്ലാക്ക് പാസഞ്ചർ ദേ സെഡ് വിൽ യൂസ് ദ സിറ്റി ബസസ് അണ്ടിൽ റോസ ഈസ് ഫ്രീ. അവർ പറഞ്ഞു, ഒരു കറുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികരും റോസാപാക്കിനെ സ്വതന്ത്രയാക്കുന്നത് വരെ ബസ് ഉപയോഗിക്കുകയില്ല എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. അവിടുത്തെ പട്ടണത്തിലെ സിറ്റി ബസ് ഉപയോഗിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. ഇൻസ്റ്റഡ് ബസ് ഉപയോഗിക്കുന്നതിന് പകരം ദേ വെന്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ്. അവർ സ്വകാര്യ കാറുകളിൽ യാത്ര ചെയ്തു. ആൻഡ് ഷെയർഡ് ദ കോസ്റ്റ് ഓഫ് ടാക്സീസ്. അവരുടെ ഇടയിൽ ടാക്സിയുടെ കോസ്റ്റ്, ഫെയർ എന്ത് ചെയ്തു, അവരുടെ ഇടയിൽ ഡിവൈഡ് ചെയ്തു. അവർ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ടാക്സിയിലായിരുന്നു അവർ ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരുന്നത്. അപ്പോ അവര് കാറിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് 4 പേര് യാത്ര ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫെയർ എന്ത് ചെയ്യും, അവരുടെ ഇടയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവര് കാറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ദ മോൺട്ഗോമറി ബസ് ബോയ്ക്കോട്ട് വെന്റ് ഇൻ ഓൺ ദിസ് വേ ഫോർ മോർ ദാൻ എ ഇയർ. ഇങ്ങനെ മോൺട്ഗോമറിയിലെ ഈ ബസ് ബഹിഷ്കരണം തുടർന്നു ഇൻ ദിസ് വേ ഫോർ മോർ ദാൻ എ ഇയർ. ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ, ഒരു വർഷത്തിലധികം ഈ ഒരു സമരം നീണ്ടുനിന്നു. ഇറ്റ് ലാസ്റ്റഡ് എക്സാക്ട്ലി 381 ഡേയ്സ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 381 ദിവസം ഈ സമരം നീണ്ടുനിന്നു. ഡ്യൂറിംഗ് ദ ബോയ്ക്കോട്ട് ദ ബസ് കമ്പനി ലോസ്റ്റ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഈ ബസ് ബഹിഷ്കരണത്തിന്റെ സമയത്ത് ബസ് കമ്പനിക്ക് ലക്ഷക്കണക്കിനുള്ള ഡോളറിന്റെ നഷ്ടമുണ്ടായി. ദിസ് വാസ് ബിക്കോസ് there were many more black bus users than white users. ഇവർക്ക് ഇങ്ങനെ നഷ്ടമുണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് വെളുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികരെക്കാട്ടിലും വളരെ അധികം കറുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികരായിരുന്നു കൂടുതലായിട്ടും ബസ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേയധികം നഷ്ടങ്ങൾ ഉണ്ടായി. വിത്തൗട്ട് ബ്ലാക്ക് പാസഞ്ചേഴ്സ്, കറുത്ത വർഗക്കാരായിട്ടുള്ള യാത്രികരെ കൂടാതെ ബസ്സസ് റാൻ ഓൾമോസ്റ്റ് എംപ്റ്റി. ബസ് ഏകദേശം കാലിയായിട്ട് അല്ലെങ്കിൽ ശൂന്യമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ബസ്സുകൾ ഉപയോഗിച്ചിരുന്നത് കറുത്ത വർഗക്കാരായിരുന്നു. വെളുത്ത വർഗക്കാരെക്കാട്ടിലും ഉപയോഗിച്ചിരുന്നത് കറുത്ത വർഗക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ബസ് ബഹിഷ്കരിച്ചപ്പോൾ ബസ് കമ്പനിക്ക് ലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായി. മീൻ വൈൽ, അതേസമയം റോസാപാക്സ് വാസ് ട്രൈഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. റോസാപാക്ക് ഒരു കോടതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു, തന്റെ ജയിൽ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദ ജഡ്ജ് ഓർഡേർഡ് ഹർ ടു പേ എ ഫൈൻ. കോടതിയിൽ നിന്നും ന്യായാധിപൻ, ജഡ്ജ് അവരോട് ഫൈൻ അടക്കാൻ വേണ്ടി, പിഴയടക്കാൻ വേണ്ടി ഉത്തരവ് നൽകി. ഹി സെഡ് ഷി ഹാഡ് ബ്രോക്കൺ ദ ലോ ഓഫ് സെഗ്രിഗേഷൻ. ആ ന്യായാധിപൻ പറഞ്ഞു, റോസാപാക്ക് സെഗ്രിഗേഷൻ നിയമം തെറ്റിച്ചിട്ടുണ്ട്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ കറുത്തവരും വെളുത്തവരും വേർതിരിക്കുന്ന നിയമം റോസാപാക്ക് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോസാപാക്ക് ഫൈൻ അടക്കണമെന്ന് എന്ത് ചെയ്തു, പിഴയടക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. റോസാസ് ലോയേഴ്സ് അഡ്വൈസർ ഹെഡ് നോട്ട് ടു പേ ദ ഫൈൻ. റോസാപാക്കിന്റെ ന്യായാധിപൻ, വക്കീൽ അവരോട് നിർദ്ദേശിച്ചു ഫൈൻ അടക്കണ്ട എന്ന്, പിഴയടക്കണ്ട എന്നുള്ളത് റോസാപാക്കിന്റെ റോസാപാക്കിന്റെ വക്കീലന്മാർ അവരോട് ഉപദേശിച്ചു. ആൻഡ് ഷീ ടുക്ക് ദെയർ അഡ്വൈസ്. അങ്ങനെ റോസാപാക്ക് ആ ന്യായാധിപരുടെ അഡ്വൈസ് സ്വീകരിക്കുകയും അവർ പിഴയടക്കാൻ കൂട്ടാക്കിയില്ല. ദെൻ ദേ വെന്റ് ടു ദ ഹയർ കോർട്ട്സ്. അതിനുശേഷം റോസാപാക്ക് എന്ത് ചെയ്തു, അതിനേക്കാൾ മുകളിലുള്ള കോടതിയിൽ പോയി. ആൻഡ് ഫൈനലി, അവസാനം ടു ദ ഹയസ്റ്റ് കോർട്ട്,
അതിനുശേഷം ഏറ്റവും ഹയസ്റ്റ് കോർട്ടായിട്ടുള്ള ദ അമേരിക്കൻ സുപ്രീം കോർട്ട്, അമേരിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് അമേരിക്കൻ സുപ്രീം കോർട്ട്. അപ്പോ അതിന്റെ മുകളിലുള്ള കോർട്ടിൽ പോവുകയും അതിനുശേഷം ഏറ്റവും മുകളിലുള്ള അമേരിക്കൻ സുപ്രീം കോർട്ട് വരെ ഇവരുടെ മോചനത്തിന് വേണ്ടി സമീപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോസാ പാർക്സിനോട് ഫൈൻ അടച്ചുകൊണ്ട് ഇതിൽ നിന്ന് റിലീസ് ആവാൻ വേണ്ടി പറഞ്ഞപ്പോൾ റോസാ പാർക്സിന്റെ നിയമജ്ഞർ എന്ത് ചെയ്തു, നിങ്ങൾ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും അങ്ങനെ ഫൈൻ അടക്കാതെ അവർ ഇതിന് മുകളിലുള്ള ഹയർ കോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. The judges of the Supreme Court said that segregation was unlawful in public transport service. അങ്ങനെ അവസാനം സുപ്രീം കോർട്ടിൽ എത്തിയപ്പോ അവിടുത്തെ വിധി റോസാ പാർക്സിന് അനുകൂലമായിട്ടാണ് വന്നത്. The judges of Supreme Court, സുപ്രീം കോർട്ടിലെ ജഡ്ജ് said that segregation was unlawful. വേർതിരിക്കുന്ന നിയമം, segregation law എന്ന് പറയുന്നത് അൺലോഫുൾ, അത് നീതിയുക്തമല്ല, നിയമപരമല്ല. ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്, പൊതുഗതാഗതത്തിൽ സെഗ്രിഗേഷൻ നിയമവിധേയമല്ല എന്ന് സുപ്രീം കോർട്ട് വിധിക്കുകയാണ് ചെയ്യുന്നത്. റോസക്ക് ഫേവറബിൾ ആയിട്ട് വിധിക്കുകയാണ് ചെയ്യുന്നത്. ദേ സെഡ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ദ കൺട്രി. ഈ ഒരു സെഗ്രിഗേഷൻ നിയമം, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് സെഗ്രിഗേഷൻ നിയമം ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് തന്നെ എതിരാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ട് ജഡ്ജ് റോസാ പാർക്സിന് അനുകൂലമായിട്ട് വിധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ദാറ്റ് റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ ആൻഡ് മൂവ്ഡ് എ മില്യൺസ് മൈൻഡ്സ്. അപ്പോ ആ ഡിസംബർ 1-ാം തീയതി റോസാ പാർക്ക് അവിടെ ഇരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള, ഒരു വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോ ഇറ്റ് വാസ് ദാറ്റ് റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ, റോസാ പാർക്ക് അനങ്ങാതെ ഇരുന്നു. ആൻഡ് മൂവ്ഡ് എ മില്യൺസ് മൈൻഡ്, ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിനെ മാറ്റിമറിച്ചു. ഷി ബിഗാൻ ദ ബ്ലാക്ക് അമേരിക്കൻ പീപ്പിൾസ് ഫൈറ്റ് ഫോർ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അങ്ങനെ അതിനുശേഷം റോസാ പാർക്ക് കറുത്ത വർഗക്കാരായിട്ടുള്ള അമേരിക്കൻസിന് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടും ന്യായത്തിന് വേണ്ടിയിട്ടും പൊരുതാൻ വേണ്ടി തുടങ്ങി. അമേരിക്കൻസ് കോൾ ഹെർ ദ മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ റോസാ പാർക്കിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങി ദ മദർ ഓഫ് ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെന്റ്, കറുത്ത വർഗക്കാരുടെ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ അമ്മ എന്ന് എന്ത് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി തുടങ്ങി. സിവിൽ റൈറ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരാവകാശ പ്രസ്ഥാനം എന്ന് പറയും. അതായത് സിവിൽ റൈറ്റ്സ്, പൗരാവകാശം ആർ ദ റൈറ്റ്സ് ഓഫ് എ കൺട്രി സിറ്റിസൺ. പൗരാവകാശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ പൗരന്മാരുടെ അവകാശമാണ്. ഓരോ പൗരനും അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമാണ് പൗരാവകാശം എന്ന് പറയുകയും അമേരിക്കൻസ് തന്നെ റോസാ പാർക്കിനെ ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ അമ്മ എന്ന് വിളിക്കുകയും അങ്ങനെ അവർ കറുത്ത വർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നീതിക്കും ന്യായത്തിനും വേണ്ടി പൊരുതാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. മെനി ഇയേഴ്സ് ബിഫോർ റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ ഇൻ ദാറ്റ് ബസ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് റോസാ പാർക്ക് ആ ബസ്സിൽ അനങ്ങാതെയിരുന്നു. സംതിങ് എൽസ് ഹാഡ് ഹാപ്പൻഡ് ഇൻ അനദർ കൺട്രി. ഇതേപോലെ മറ്റെന്തെങ്കിലും വേറെ രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ലോകത്തുള്ള അനീതിക്കെതിരെ പോരാടുന്ന വലിയ വ്യക്തികൾ ഇതേപോലെ മറ്റു രാജ്യങ്ങളിലുള്ള അൺഫെയർ ആയിട്ടുള്ള, നീതിയുക്തമല്ലാത്ത നിയമങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ടാവാം. A man called Mohandas Karamchand Gandhi sat still in a train in South Africa. സൗത്ത് ആഫ്രിക്കയിലും കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിവേചനം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ട്രെയിനിൽ ഇരിക്കുകയും അവിടെ നിന്ന് അനങ്ങാൻ കൂട്ടാക്കിയില്ല. ഹി റിഫ്യൂസ്ഡ് ടു ഗെറ്റ് ഓഫ്. ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഒരിക്കൽ മഹാത്മജി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെളുത്ത വർഗ്ഗക്കാർ വന്നിട്ട് മഹാത്മാഗാന്ധിയോട് ഇറങ്ങാൻ പറയുകയും പക്ഷേ മഹാത്മാഗാന്ധി റിഫ്യൂസ്ഡ് ടു ഗെറ്റ് ഓഫ്, അവർ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ദ വൈറ്റ് പാസഞ്ചേഴ്സ് ത്രൂ ഹിം ഔട്ട്. അങ്ങനെ വൈറ്റ് പാസഞ്ചേഴ്സ് മഹാത്മാഗാന്ധിജിനെ ട്രെയിനിൽ നിന്നും പുറത്തോട്ട് എറിയുകയും അതിനുശേഷം അവിടെ വളരെയധികം സമരങ്ങൾ ഉണ്ടാവുകയും കറുത്തവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ ആർ മെനി അതർ സ്റ്റോറീസ് ഓഫ് ഹിസ് കറേജ്. അദ്ദേഹത്തിന്റെ, മഹാത്മാഗാന്ധിയുടെ ധൈര്യത്തിന്റെ വേറെയും പലവിധ കഥകളുണ്ട്. ആൻഡ് ഓഫ് ദ കറേജ് അതേഴ്സ് ഗോട്ട് ഫ്രം ഹിം ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. ആൻഡ് ഓഫ് ദ കറേജ് ഓഫ് അതേഴ്സ് ഗോട്ട്, മറ്റുള്ളവർക്ക് മഹാത്മാഗാന്ധിജിയിൽ നിന്നും ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഫ്രം ഹിം ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട്. അതായത് മഹാത്മാഗാന്ധി സ്വയം തന്നെ അനീതിക്കെതിരെ പോരാടിയിട്ടുണ്ട്. മാത്രവുമല്ല മഹാത്മാഗാന്ധിജിയിൽ നിന്നും ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ ആളുകൾ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ ചരിത്രവുമുണ്ട്. സോ ഇതോടുകൂടെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ റോസാ പാർക്സ് 1955 ഡിസംബർ 1-ാം തീയതി
ഒരു സാധാരണ ദിവസം അവരൊരു തീരുമാനമെടുക്കുകയും ബസ്സിൽ നിന്ന് അനങ്ങാൻ കൂട്ടാക്കാതിരിക്കുകയും എന്നിട്ട് അതിനെതിരെ പോരാടി വലിയൊരു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് തന്നെ മാറ്റം കൊണ്ടുവരും ചെയ്ത ഒരു കഥയാണ്, ഇവരുടെ റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അഡാപ്റ്റഡ് ഫ്രം റോസ പാർക്സ് ബയോഗ്രഫി. റോസ പാർക്കിന്റെ ജീവചരിത്രത്തിൽ നിന്നും എടുത്തതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഒരു എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്.